നമസ്കാരം. പലതരത്തിലുള്ള അച്ചാറുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കിയിട്ടുമുണ്ട്. പാവയ്ക്ക അച്ചാർ തന്നെ പല തരത്തിലുണ്ട്. പാവയ്ക്ക അച്ചാറിൽ കശർപ്പ് ലേശം പോലും ഇല്ലാത്ത വാട്ട് പാവയ്ക്ക അച്ചാറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. കഴുകി വൃത്തിയാക്കിയ പാവയ്ക്ക ഇതുപോലെ ചെറു പീസുകളായി കട്ട് ചെയ്യാം. ഇത് 1/2 കിലോ പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത പാവയ്ക്ക അല്പം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തുടർന്ന് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർക്കാം. ഉപ്പ് കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് പാവയ്ക്ക മൂടി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ചേർക്കാം. വെള്ളം നമ്മൾ എടുക്കുമ്പോൾ ചെറു ചൂടുവെള്ളം എടുക്കുക. ചെറു ചൂടുവെള്ളവും ഒഴിച്ച് 4 മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. അപ്പോഴേക്കും ഇതിലെ കശർപ്പെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടും. 4 മണിക്കൂറിന് ശേഷം പാവയ്ക്ക വെള്ളം വാർത്ത് ഇതുപോലെ ഒരു സ്റ്റീൽ ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ പാവയ്ക്ക അല്പനേരം ആവിയിൽ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഇഡലി തട്ടിൽ വെച്ച് ഇഡലി കുട്ടകത്തിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അല്ല എങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിനുള്ളിൽ ഈ ബൗൾ ഇറക്കി വെച്ച് അതിൽ വെള്ളവും ഒഴിച്ച്, അതായത് ബൗളിൻ്റെ വെളി സൈഡിൽ വലിയ പാത്രത്തിന് ഉള്ളിൽ വെള്ളമൊഴിച്ച് അതിനുള്ളിൽ ബൗൾ ഇറക്കി വെച്ച് നമുക്ക് 5 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ പാവയ്ക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് 50 ml എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലെണ്ണയാണ് നല്ലത്. അച്ചാർ കൂടുതൽ ദിവസം കേടുകൂടാതെ നിൽക്കുന്നതിനും നല്ല ടേസ്റ്റിനും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാവും നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചതച്ച് ചേർക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ 1/2 ടീസ്പൂൺ കടുകിട്ട് ചെറുതായി പൊടിച്ച് ചേർത്താൽ മതി. പൊടിച്ച കടുക് ചെറുതീയിൽ എണ്ണയിൽ വേവിച്ചെടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് 5 സെക്കൻഡ് നേരം മാത്രം ചെറുതായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. 10 വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തതും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തുടർച്ചയായി 2 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും അല്പം വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. കാശ്മീരി മുളക് പൊടിക്ക് പകരം സാദാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതിയാകും. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കളർ അല്പം കൂടി നിൽക്കുകയും എരിവ് കുറഞ്ഞു നിൽക്കുകയും ചെയ്യും. 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂണിൽ താഴെ ഉലുവ പൊടിച്ചതും ചേർത്ത് ഇവ വഴറ്റിയെടുക്കാം. അല്പനേരം വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ പാവയ്ക്ക വേവിച്ചെടുത്ത സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിരുന്നു. ഇത് ഈ മസാല ചേർക്കുമ്പോഴുള്ള ഉപ്പാണ്. അത് 1/4 ടീസ്പൂണോളം മതിയാകും. ഉപ്പും ചേർത്ത് വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് വിനാഗിരി ചേർക്കാം. വിനാഗിരി 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇതിൽ ചേർക്കുന്നത്. വിനാഗിരിയും ചേർത്ത ശേഷം ഒരു 10 സെക്കൻഡ് നേരം മാത്രം വഴറ്റാം. തുടർന്ന് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം. പാവയ്ക്കയും ചേർത്ത് വളരെ കുറഞ്ഞ തീയിൽ വീണ്ടും വഴറ്റിയെടുക്കാം. ഇപ്പോൾ പാവയ്ക്കയിൽ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് പുളി ചേർക്കാം. ചെറു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി അല്പം ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം ആ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇത് വാളൻ പുളിയാണ്. ഈ പുളിയും ചേർത്ത ശേഷം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം അല്പം പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. പുളിവെള്ളവും ചേർത്ത ശേഷം അല്പനേരം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് നേരം മതിയാകും. തുടർന്ന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാട്ട് പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞത് 6 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അല്ല എങ്കിൽ അടുത്ത ദിവസം, ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വച്ച ശേഷം അടുത്ത ദിവസം ഉപയോഗിക്കുക. അല്ല എങ്കിൽ കുറഞ്ഞത് 6 മണിക്കൂറിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ മസാല എരിവും പുളിയുമെല്ലാം നല്ല രീതിയിൽ ഈ പാവയ്ക്കയിൽ പിടിച്ചിട്ടുണ്ടാകത്തുള്ളൂ. ഈ അവസാനം ചേർത്ത പുളിയുമെല്ലാം നല്ല രീതിയിൽ പിടിക്കണമെങ്കിൽ നമുക്കിത് കുറച്ച് സമയം ആവശ്യമുണ്ട്. രുചി ബാലൻസ് ചെയ്യുന്നതിലേക്കായി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഇതോടൊപ്പം ചേർക്കാം. ഇനി ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ നമുക്ക് ഫ്രിഡ്ജിലും മറ്റുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു മികച്ച രുചിയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.